സീഡ് സൊസൈറ്റി മുഖേന നടപ്പാക്കി വന്ന പദ്ധതികൾ നിലച്ചതോടെ ചക്കുവള്ളം പഞ്ചായത്തിലെ ഫീൽഡ് പ്രൊമോട്ടർമാർ വണ്ടമേട് പോലീസിൽ പരാതി നൽകി. പകുതി വിലയിൽ സ്കൂട്ടർ, ഗൃഹോപകരണങ്ങൾ എന്നിവ ലഭിക്കുന്നതടക്കമുള്ള വിവിധ പദ്ധതികളാണ് കഴിഞ്ഞ ജൂൺ മാസം മുതൽ നിലച്ചിരിക്കുന്നത്. പദ്ധതി പ്രകാരമുള്ള സാധനങ്ങൾ ലഭ്യമാക്കുകയോ അല്ലെങ്കിൽ എത്രയും വേഗം അടച്ച പണം തിരികെ നൽകുന്നതിനോ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് 15ഓളം പ്രൊമോട്ടർമാർ ചേർന്ന് പരാതി നൽകിയിട്ടുള്ളത്. സീഡ് സൊസൈറ്റി മുഖേന വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി ചക്കുവള്ളം പഞ്ചായത്തിൽ 1600ഓളം ആളുകളാണുള്ളത്. കഴിഞ്ഞ ജൂൺ മാസം മുതൽ പണം സ്വീകരിച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കാതെ മുടങ്ങിക്കിടക്കുകയാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം സീഡ് കോർഡിനേറ്റർ അനന്തകൃഷ്ണൻ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതോടെയാണ് ഫീൽഡ് പ്രൊമോട്ടർമാർ ചേർന്ന് വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയത്. പദ്ധതി പ്രകാരമുള്ള സാധനങ്ങൾ എത്രയും വേഗം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയോ അല്ലെങ്കിൽ അടച്ച പണം തിരികെ നൽകുകയോ ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നതെന്ന് സീഡ് പഞ്ചായത്ത് കോർഡിനേറ്റർ ലിസി തോമസ് പറഞ്ഞു. ഞങ്ങൾ സ്കൂട്ടിക്ക് ആൾക്കാർ പൈസ അടച്ചിട്ടുണ്ട്, കാർഷിക ഉപകരണത്തിന് അടച്ചിട്ടുണ്ട്, ഗൃഹോപകരണങ്ങൾക്ക് അടച്ചിട്ടുണ്ട്, ലാപ്ടോപ്പിന് പൈസ അടച്ചിട്ടുണ്ട്, വീട് മെയിൻ്റനൻസിന് പൈസ അടച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്ക് ഒന്നുകിൽ പൈസ കിട്ടണം, അതല്ല എങ്കിൽ ഇവർക്ക് സാധനങ്ങൾ എത്രയും പെട്ടെന്ന് ലഭിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊജക്ട് കോർഡിനേറ്ററായ അനന്തകൃഷ്ണൻ നിലവിൽ അറസ്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെല്ലാം വളരെയേറെ പരിഭ്രാന്തിയിലാണ്. ഫീൽഡ് പ്രൊമോട്ടർമാർ പൈസ എടുത്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഒരു ഫീൽഡ് പ്രൊമോട്ടർമാരും അവർക്ക് ലഭിച്ചിരിക്കുന്നതായ 1 രൂപ പോലും എടുത്തിട്ടില്ല. നാളിതുവരെ വന്നിരിക്കുന്ന മുഴുവൻ പൈസകളും നമ്മൾ സൊസൈറ്റി അറിയിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ജൈവവളം, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ അടക്കം 7 കോടിയോളം രൂപയുടെ പദ്ധതികൾ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. നിലവിൽ വിവിധ പദ്ധതികൾക്കായി 1 കോടി രൂപയോളമാണ് ഗുണഭോക്താക്കളിൽ നിന്നും സമാഹരിച്ച് സൊസൈറ്റിയുടെ അക്കൗണ്ടുകളിലേക്ക് അയച്ചിട്ടുള്ളത്. ഗുണഭോക്തൃ വിഹിതമായി വാങ്ങിയ തുകയിൽ നിന്നും 1 രൂപ പോലും ഫീൽഡ് പ്രൊമോട്ടർമാർ സ്വന്തമായി ചിലവഴിച്ചിട്ടില്ല എന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അണക്കര.